ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ 4 ഘട്ടങ്ങൾ അവസാനിച്ചതോടെ രാജ്യം പൊതു തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. നിലവിൽ നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ട വോട്ടെടുപ്പ് മെയ് 20-ന് 6 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 49 മണ്ഡലങ്ങളിലായി നടക്കും. ഉത്തർപ്രദേശിലെ അമേഠി, റായ്ബറേലി മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പാണ് ഇതിൽ പ്രധാനം. ഗാന്ധി കുടുംബം ദീർഘകാലമായി മത്സരിച്ച് വിജയിച്ചു വന്ന മണ്ഡലങ്ങളാണ് ഇവ രണ്ടും. അമേഠിയിൽ BJPയുടെ സ്മൃതി ഇറാനിക്കെതിരെ മത്സരിക്കുന്നത് കോൺഗ്രസ് നേതാവ് KL ശർമ്മയാണ്. മണ്ഡലത്തിലെ പ്രിയങ്കയുടെ സാന്നിധ്യം സ്മൃതിയെ പരുങ്ങലിലാക്കുന്നുണ്ടെന്ന വസ്തുത BJPയുടെ അടുത്ത വൃത്തങ്ങൾ പോലും സമ്മതിക്കുന്നുണ്ട്. സോണിയാഗാന്ധിയെ ഒരിക്കലും കൈവിടാതിരുന്ന റായ്ബറേലിയിൽ രാഹുലാണ് ഇത്തവണ കോൺഗ്രസ് പ്രതിനിധി. രാഹുൽ BJPയുടെ ദിനേശ് പ്രതാപ് സിംഗുമായി ഏറ്റുമുട്ടുമ്പോൾ വിജയം ഏതാണ്ട് ഉറപ്പിച്ച മട്ടാണ്. ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് പോളിംഗ് കുത്തനെ ഇടിഞ്ഞത് BJPയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അതിനോടൊപ്പം BJP ക്യാമ്പുകളിൽ നേതാക്കൾ തമ്മിലുള്ള സംഘർഷം മുറുകുകയാണ്. റായ്ബറേലി നിയമസഭാ മണ്ഡലത്തിലെ BJP MLA അദിതി സിംഗും SP-യുടെ വിമത MLA-യും മുൻ മന്ത്രിയുമായ മനോജ് കുമാർ പാണ്ഡെയും സ്ഥാനാർത്ഥി ദിനേശ് പ്രതാപ് സിംഗുമായി ഇടഞ്ഞതോടെ പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഈ കഴിഞ്ഞ ദിവസം എത്തി. റായ്ബറേലിയിൽ 7 തവണ MLA ആയ അഖിലേഷ് സിംഗിന്റെ മകളാണ് അദിതി സിംഗ്. 2017-ൽ കോൺഗ്രസ് ടിക്കറ്റിലും 2022-ൽ BJP സ്ഥാനാർത്ഥിയായും നിയമസഭയിലെത്തിയ അദിതിയും സംസ്ഥാന മന്ത്രി കൂടിയായ ദിനേശ് പ്രതാപ് സിംഗും നേരത്തെ തന്നെ സ്വരച്ചേർച്ചയിലല്ലായിരുന്നു. 2019-ലെ തിരഞ്ഞെടുപ്പ് കാലത്ത് അദിതി സിംഗിന്റെ കാറിന് നേരെ ദിനേശ് പ്രതാപിന്റെ സഹോദരനും സംഘവും ആക്രമണം നടത്തിയ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായത്. റായ്ബറേലിയിൽ ദിനേശ് പ്രതാപ് സിംഗിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ മുതൽ അദിതി പൊതുവേദികളിൽ കാര്യമായി പ്രത്യക്ഷപ്പെടാറില്ല. അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലും അദിതി എത്തിയില്ല. കഴിഞ്ഞ ദിവസം അമിത് ഷാ പങ്കെടുത്ത റാലിയിലാണ് അവർ ആദ്യമായി പങ്കെടുത്തത്. എന്നാൽ വേദിയിൽ ഇരുന്നതല്ലാതെ സദസ്സിനെ അഭിസംബോധന ചെയ്യാൻ അവർ തയ്യാറായില്ല. സമ്മേളനത്തിന് ശേഷം അമിത് ഷാ അദിതിയുമായി സംസാരിച്ചിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വേണ്ടി വോട്ട് ചെയ്ത ആളാണ് SP-യുടെ ചീഫ് വിപ്പ് കൂടിയായ മനോജ് കുമാർ പാണ്ഡെ. അന്നു തൊട്ട് BJP പാളയത്തിലാണ് അദ്ദേഹം. മണ്ഡലത്തിലെ പ്രമുഖ ബ്രാഹ്മണ നേതാവ് കൂടിയാണ് അദ്ദേഹം. 18% അവിടുത്തെ ബ്രാഹ്മൺ ജനസംഖ്യ. SP-യിൽ നിന്ന് കൂടുമാറുമ്പോൾ റായ്ബറേലി മണ്ഡലമായിരുന്നു മനോജ് കുമാർ ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ BJP പ്രതാപ് സിംഗിന് തന്നെ ഒരിക്കൽ കൂടി അവസരം നൽകിയതാണ് മനോജ് കുമാർ പാണ്ഡെയെ പ്രകോപിപ്പിച്ചത്. പ്രതാപ് സിംഗിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിൽ നിന്നടക്കം പ്രതിഷേധിച്ച് മാറി നിന്ന മനോജ് കുമാറിന്റെ നടപടി മണ്ഡലത്തിലെ ബ്രാഹ്മണ വോട്ടുകൾ നഷ്ടപ്പെടുത്തുമെന്ന സാഹചര്യത്തിലാണ് വിഷയത്തിൽ അമിത് ഷാ ഇടപെട്ടത്. മനോജ് കുമാറിനെ അദ്ദേഹത്തിന്റെ വസതിയിൽ സന്ദർശിച്ച അമിത് ഷാ ദിനേശ് പ്രതാപ് സിംഗിന് പിന്തുണ ആവശ്യപ്പെട്ടു എന്നാണ് വിവരം. ദീർഘകാലമായി രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും വേണ്ടി അമേഠിയിലും റായ്ബറേലിയിലും പ്രവർത്തിച്ച വ്യക്തിയാണ് കിശോരിലാൽ ശർമ്മ. കോൺഗ്രസ് ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായാണ് അദ്ദേഹത്തെ പ്രഖ്യാപിച്ചത്. 40 കൊല്ലമായി ഈ മേഖലയിലെ പ്രവർത്തന പരിചയമാണ് അദ്ദേഹത്തിന്റെ കൈമുതൽ. അത് മതിയാകും സ്മൃതി ഇറാനിയെ അമേഠിയിൽ നിന്ന് കെട്ടുകെട്ടിക്കാനെന്നാണ് രാഹുലും പ്രിയങ്കയും വിശ്വസിക്കുന്നത്. ഇതോടുകൂടി തന്നെ കോൺഗ്രസിന്റെ സഖ്യകക്ഷിയായ SP-യുടെ താഴെത്തട്ടിൽ നിന്നുള്ള തീവ്രമായ പ്രവർത്തനവും BJPയെ വല്ലാതെ കുഴയ്ക്കുന്നുണ്ട്.